ഹായ് ഫ്രണ്ട്സ്, മനോജ് ഡ്രീം വ്ളോഗ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചിട്ടി അല്ലെങ്കിൽ ലോണ് ഇതിനെക്കുറിച്ചുള്ളൊരു വ്യത്യാസത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ചിട്ടി എടുക്കുന്നത് ലോൺ എടുക്കുന്നത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിനനുസരിച്ച് വേണം ചിട്ടി ആണെങ്കിലും ലോൺ ആണെങ്കിലും സെലക്ട് ചെയ്തെടുക്കണമെങ്കിൽ. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും ഇത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. 10,000 വെച്ചിട്ട് 100 മാസം അടയ്ക്കുന്ന 10 ലക്ഷത്തിൻ്റെ ചിട്ടിയുടെ ഡീറ്റെയിൽസും അതിൻ്റെ കൂടെ തന്നെ ലോണിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസും കൂടി രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ 100 മാസത്തിൻ്റെ ചിട്ടി പറയുമ്പോൾ 100 ആളുകളാണ് ഉണ്ടാകുക. അപ്പോൾ ഈ ചിട്ടിയിൽ വന്നിട്ട് സ്ഥല എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയാണ്. അപ്പോൾ 100 മാസത്തെ ചിട്ടി ആയതുകൊണ്ട് ഇത് വിളിക്കാൻ, അതായത് ചിട്ടി പിടിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതായത് 30% തള്ളി വിളിക്കാൻ ആളുകളുടെ എണ്ണം ഇതിൽ കൂടുതലായിരിക്കും. അങ്ങനെ ഈ ചിട്ടി 30% താഴ്ത്തി നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്നത് 7 ലക്ഷം രൂപയാണ്. അതേ സ്ഥാനത്ത് ഈ ചിട്ടി മാക്സിമം 9,50,000 രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടി കൂടിയാണ്. 30% തള്ളി പിടിക്കുന്ന സമയത്താണ് നമ്മൾക്ക് 7 ലക്ഷം രൂപ കിട്ടുന്നത്. 100 ആളുകൾ ഉള്ളത് കൊണ്ട് ആവശ്യക്കാരുടെ എണ്ണം കൂടുതലുണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 40 മാസം അല്ലെങ്കിൽ ഒരു 50 മാസമൊക്കെ ഇത് 30% താഴ്ന്നു പോകാൻ സാധ്യത കൂടുതലുള്ള ചിട്ടിയാണ്. ഈ ചിട്ടി അങ്ങനെ നമ്മൾക്ക് 30%, അതായത് KSFയുടെ ഫോർമാൻ കമ്മീഷൻ ഉൾപ്പെടെയാണ് 30%. അങ്ങനെ 30% തള്ളി ഈ ചിട്ടി നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമുക്ക് 7 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന 7 ലക്ഷം രൂപയിൽ നിന്നും GST പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി കുറച്ചിട്ട് ഏകദേശം നമുക്ക് 6,90,000 രൂപയാണ് ഈ ചിട്ടി എമൗണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ജാമ്യം കൊടുത്തിട്ട് ഈ ഫണ്ട് നമുക്ക് റിലീസ് ചെയ്ത് എടുക്കാൻ കഴിയും. അപ്പോൾ ഈ ചിട്ടി വന്ന് 100 മാസം അടയ്ക്കുന്ന സമയത്ത് ഏകദേശം 1,25,000 വരെ ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം 1 ലക്ഷം തൊട്ട് 1.5 ലക്ഷം രൂപ കിട്ടാൻ സാധ്യതയുണ്ട് എങ്കിൽ നമ്മുടെ ഒരു അസംഷൻ പ്രകാരം 1,25,000 രൂപ ഡിവിഡൻഡ് കിട്ടാൻ സാധ്യത. അപ്പൊ നമ്മൾ 100 മാസം അടയ്ക്കുന്ന സമയത്ത് 8,75,000 രൂപയാണ് വരുന്നത്. അപ്പൊ നമ്മൾക്ക് ആവറേജ് പെർ മന്ത് കണക്കാക്കുന്ന സമയത്ത് 8,750 രൂപയാണ് ഒരു മാസം അടവ് ആയിട്ട് വരുന്നത്. 8,75,000 രൂപ അടയ്ക്കുന്ന സമയത്ത് നമുക്ക് 6,90,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ബാക്കി 1,85,000 രൂപയാണ് നമ്മൾ കൂടുതലായിട്ട് ചിട്ടി എടുത്തു കഴിഞ്ഞാൽ അടയ്ക്കേണ്ടി വരുന്നത്. 30% തള്ളി വിളിക്കാൻ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നറുക്കിട്ടിട്ടായിരിക്കും കൊടുക്കുന്നത്. ഒരു മാസം ഒരാൾക്ക് ചിട്ടി കിട്ടുള്ളൂ. കാരണം 10,000 വെച്ച് 100 മാസം അടയ്ക്കുന്ന സാധാ ചിട്ടിയാണ്. അപ്പോൾ ഒരു മാസം ഒരാൾക്കേ നറുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ 10 ആൾക്ക് വേണം പറഞ്ഞാൽ കിട്ടില്ല. ഒരു മാസം ഒരാൾക്ക് വെച്ചിട്ട് കൊടുക്കുകയുള്ളൂ. നമുക്ക് പെട്ടെന്ന് എമർജൻസി ഫണ്ട് വേണം, നമ്മൾക്ക് ആ നറുക്കിൽ നമ്മൾ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ നറുക്കിൽ വീണെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. എപ്പോഴാണോ നറുക്കിൽ വീഴുന്നത് അപ്പോഴേ കിട്ടുള്ളൂ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി നമ്മൾക്ക് ഈ സെയിം എമൗണ്ട്, 6,90,000 രൂപ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ എത്ര രൂപ അതിൽ ഇൻട്രസ്റ്റ് വരും എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സെയിം എമൗണ്ട് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ലോണിലേക്ക് പോകുന്ന സമയത്ത് ലോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം എന്താണോ, അതായത് ഇപ്പൊ ലോൺ എടുക്കുകയാണെങ്കിലും ചിട്ടി പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും ജാമ്യം രണ്ടിനും കൊടുക്കേണ്ടതാണ്. എങ്കിലാണ് നമുക്ക് ഫണ്ട് കിട്ടുകയുള്ളൂ. അപ്പൊ ലോണിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ആവശ്യം പെട്ടെന്ന് നമുക്ക് ഫണ്ട്, ഇപ്പൊ നമുക്ക് ഹോം ലോൺ ആണെങ്കിലും കാർ ലോൺ ആണെങ്കിലും ബിസിനസ് ലോൺ ആണെങ്കിലും പേഴ്സണൽ ലോൺ ആണെങ്കിലും എന്ത് നമുക്ക് അത്യാവശ്യമുണ്ടോ, നമ്മുടെ അടുത്ത് കൊടുക്കാൻ ഡോക്യുമെന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ജാമ്യം കൊടുക്കാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ലോണ് പെട്ടെന്ന് എടുക്കാം. അതിപ്പോ 5 ലക്ഷമോ 10 ലക്ഷമോ ലോണായിട്ട് എടുക്കാൻ കഴിയും. അപ്പൊ 6,90,000 രൂപ ഒരു ആവറേജ് ഒരു 9% പലിശ നിരക്കിൽ നമുക്ക് കണക്കാക്കാം. കാരണം പല ചില സ്ഥാപനങ്ങൾ 8% കൊടുക്കുന്നുണ്ട്, ചില സ്ഥാപനങ്ങൾ 9% ലോണുകൾ കൊടുക്കുന്നുണ്ട്, ചിലത് 10 പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ 12, 13, 14% ലോൺ കൊടുക്കുന്ന പല സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ നമുക്കൊരു ആവറേജ് ഒരു 9% പലിശയിട്ട് നോക്കാം. അങ്ങനെ 9% പലിശ നോക്കുന്ന സമയത്ത് 6,90,000 രൂപയ്ക്ക് ഒരു വർഷത്തെ പലിശ എന്ന് പറഞ്ഞാൽ 62,100 രൂപ വരുന്നുണ്ട്. ഞാനൊരു ഫ്ലാറ്റ് കണക്കിലാണ് ഇത് പറയുന്നത്. പല സ്ഥാപനങ്ങളും ഡിമിനിഷിംഗ് റേറ്റിലായിരിക്കും ലോണുകൾ കിട്ടുന്നത്. അത് നമുക്ക് ഒരു മാസത്തേക്ക്, അതായത് 12 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു മാസത്തേക്ക് 5,175 രൂപയാണ് ഒരു മാസത്തേക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. അത് നമ്മൾ 100 മാസം, കാരണം ഇത് 100 മാസം ചിട്ടിയാണ്. അപ്പൊ അതുപോലെ ഇത് 100 മാസത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം 5,17,500 രൂപ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരും. അതായത്
100 മാസം അടയ്ക്കുന്ന സമയത്ത് 6,90,000 രൂപ നിങ്ങൾ ലോൺ എടുത്തിട്ട് 100 മാസം അടയ്ക്കുന്ന സമയത്ത് 9% പലിശ നിരക്ക് നിങ്ങൾക്ക് 5,17,500 രൂപയാണ് വരുന്നത്. അതിൽ നമ്മൾ 6,90,000 രൂപ ആഡ് ചെയ്യുന്ന സമയത്ത് 12,07,500 രൂപയാണ് ടോട്ടല് വരുന്നത്. അപ്പൊ നമ്മൾക്ക് ഈ 12,07,500 രൂപ പെർ മന്ത് ആവറേജ് നോക്കുന്ന സമയത്ത് അടവ് വരുന്നത് 12,075 രൂപയാണ്. ലോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം അടയ്ക്കേണ്ട വരുന്ന EMI എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് 5,17,500 രൂപയാണ് ഇൻട്രസ്റ്റ്. നമുക്ക് ചിട്ടി പിടിച്ച് നമ്മൾ ചിട്ടി അടച്ചു കഴിയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അടയ്ക്കേണ്ടി വരുന്നത് 1,85,000 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. അതേ സ്ഥാനത്ത് ലോൺ എടുക്കണമെങ്കിൽ 5,17,500 രൂപ നമ്മൾ അടയ്ക്കണം. അപ്പൊ അത് മൈനസ് ചെയ്യുന്ന സമയത്ത് 3,32,500 രൂപ പലിശ ഇനത്തിൽ കൂടുതൽ നിങ്ങൾക്ക് വരുന്നത്. ചിട്ടി ചേർന്നതും ലോൺ എടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നോക്കുന്ന സമയത്ത് ഇത്ര രൂപ നിങ്ങൾക്ക് അഡീഷണൽ പലിശ നിങ്ങൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരുന്നു. അപ്പൊ നോക്കുന്ന സമയത്ത് ബെറ്റർ ചിട്ടി തന്നെയാണ്. പക്ഷെ ലോൺ നമ്മൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ചിട്ടി ചിലപ്പോൾ വിളിച്ചാൽ കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള ഒരു ഘട്ടം വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പറയാ ലോണ് പ്രിഫർ ചെയ്യാം. അല്ല നിങ്ങൾക്ക് അത്യാവശ്യം ഇല്ല, ഫണ്ട് ഇപ്പൊ അത്യാവശ്യം ഇല്ല, കുറച്ച് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ചിട്ടി കിട്ടുമ്പോൾ മതി എന്നുള്ളൊരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ചിട്ടി പ്രിഫർ ചെയ്യാം. ഇതാണ് ഈ ലോണും ചിട്ടിയും തമ്മിലുള്ള വ്യത്യാസം. അത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ 6,90,000 രൂപ ചിട്ടി നമുക്ക് പെർ മന്ത് വന്നിട്ട് 8,750 വരും EMI. അതേ സ്ഥാനത്ത് ലോൺ എടുക്കുകയാണെങ്കിൽ സെയിം എമൗണ്ട് 6,90,000 രൂപ നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12,075 രൂപ പെർ മന്ത് EMI വരും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.